ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണത്. ഞാൻ ഇതുപോലെ ഒരു ഇൻക്യുബേറ്റർ മേടിച്ചിട്ടേ വീട്ടിൽ പോയി വിരിപ്പിച്ചാലോ എന്ന് ആലോചിക്കും. ഒഴിവായാലോ? ജോലിയും വേണം. ഇത് നോക്കാൻ വലിയ സമയമൊന്നും വേണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് എനിക്ക് കൊടുക്കല്ലേ 2 നേരം. എന്താ ചെയ്യേണ്ടി വന്നത്? അങ്ങനെ പോവൊന്നുമില്ല. ഇൻക്യുബേറ്റർ മേടിച്ചിട്ട് വീട്ടിൽ പോയി ഇരുന്നാലേ ഉണ്ടാക്കാലോ. വീട്ടിൽ കാര്യം നോക്കാം അല്ലേ? ഞാൻ ആകെ പൊട്ടുപോയി. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്ത് ചെയ്യും? ചെറിയ കാര്യം ചെയ്യ്. നമ്മുടെ ഇൻക്യുബേറ്ററിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക. 100 മുട്ട വയ്ക്കുന്ന 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്ററിനെ കുറിച്ചിട്ടേ ഒരു പരിചയപ്പെടുത്തി കൊടുക്കുന്നോട്ടെ. സന്തോഷേട്ടാ, ഇത് 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ ആണ്. ഇതിന്റെ വില 2500. 2500 അല്ലേ? 300 രൂപ കൊറിയർ ചാർജ്. 2800 അല്ലേ? കോഴിമുട്ടയാണെങ്കിൽ 200 വെക്കാം. കാടമുട്ടയാണെങ്കിൽ 500 വെക്കാം. കറണ്ട് പോയാലും 8 മണിക്കൂർ വരെ ചൂട് നിൽക്കും. അതെയാ? നമുക്ക് ഒരു കാര്യം ചെയ്ത് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. 2 ബൾബ് 2 ഫാനല്ലേ? ഇത് വെക്കുന്ന ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കൊടുക്കാല്ലേ? ഇതും കൊണ്ട് പോയാൽ ഒരാൾക്ക് സുഖം ജീവിക്കാം. ഒരു 21 ദിവസം ആകുമ്പോഴത്തേനും ഒരു 8000-9000 രൂപ നമുക്ക് സമ്പാദിക്കാം. ഇത് 25 മുട്ട വെച്ച് ഇങ്ങനെ കിട്ടിയത്. അപ്പൊ ഒരു 200 മുട്ട വെച്ച് വെക്കുകയാണെങ്കിൽ അവസ്ഥ നോക്ക്. 2-3 പോവുള്ളൂ. അതെയാ? 2-3 മിനിറ്റ് സമയം പോവില്ലേ? അത്ര പോവുള്ളൂ. ചിലപ്പോ ഫുള്ളും പിരിക്കും നല്ല മുട്ടയാണെങ്കിൽ. നിങ്ങൾ ഈ മോഭാവൊക്കെ മാറിയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് പറ്റിയ ഇൻക്യുബേറ്റർ വാങ്ങിയിട്ട് അവിടെ ജോലി ചെയ്യാനുള്ള ഉദ്ദേശമാണോ? ഉദ്ദേശമുണ്ട്. മേടിച്ചാലോ എന്നൊരു ആലോചനയൊക്കെ ഉണ്ട്. ഇത് മേടിച്ചെടുക്കൊണ്ടിട്ട് വിജയിപ്പിക്കുന്ന ആലോചനയുണ്ട്. ഞാൻ ഇപ്പോ കാര്യം ചെയ്യപ്പോ ഞാൻ പൊട്ടു പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാ കാര്യം 100 വെക്ക്. 100 എടുക്കുന്നോട്ടെ. ഇത് 100 മുട്ട വെക്കുന്ന ഇൻക്യുബേറ്റർ ആണ്. 100 മുട്ട വെക്കുന്ന ഇൻക്യുബേറ്റർ അല്ലേ? 1800. 200 രൂപ കൊറിയർ ചാർജ്. നമ്മൾ ഈ 100 മുട്ട വെക്കുന്ന ഇൻക്യുബേറ്റർ ആണ് ഇതൊക്കെ വിരിച്ചത് അല്ലേ? ഈ 100 മുട്ട വെക്കുന്ന ഇൻക്യുബേറ്റർ ആണ് ഈ കുട്ടികളെ വിരിച്ചത്. അവിടെ വെക്കണം. ആ ഇൻക്യുബേറ്റർ ഉണ്ടാവും ഉപയോഗിച്ച് അവിടെ വെച്ചിരിക്കണം മൂലയ്ക്ക്. അതാണ് നമ്മൾ വിരിച്ച് വെച്ചിട്ടാ. കാടമുട്ടയാണെങ്കിൽ 250 വെക്കാം. കാടമുട്ടയാണെങ്കിൽ 250 വെക്കാം. കോഴിമുട്ടയാണെങ്കിൽ 100 വെക്കാം അല്ലേ? 1800. 200 രൂപ കൊറിയർ ചാർജ്. ഒരു വർഷം വാറന്റി. 1 വർഷം വാറന്റി. 8 മണിക്കൂർ വരെ കറണ്ട് പോയാലും ചൂട് നിൽക്കും. 8 മണിക്കൂർ കറണ്ട് പോയാൽ ചൂട് നിൽക്കും അല്ലേ? ഇപ്പൊ 8 മണിക്ക് പോയി 2 ദിവസം കണ്ട് വീണ്ടും 8 മണിക്ക് പോയാലും കുഴപ്പമില്ല. നമ്മുടെ ഇതൊക്കെ അങ്ങനെ വിരിച്ചത് മഴക്കാലല്ലേ? ഈ മഴയത്ത് കറണ്ട് പോയാലും നമ്മൾ സുഖമായിട്ട് വിരിഞ്ഞു അല്ലേ? നമ്മുടെ ഇൻക്യുബേറ്ററിനകത്ത് വേറെ എന്തറിയോ മെയിൻ കാരണം കറണ്ട് പോയാലും വിഷയമല്ല, ചൂടായി നിൽക്കും. അതിനാണ് നമ്മൾ തെർമോക്കോളിന്റെ ബോക്സ് ഉണ്ടാക്കുന്നത്. തെർമോക്കോളിന്റെ ബോക്സ് ഉണ്ടാക്കുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂട് പോയാലും കറണ്ട് പോയാലും വിഷയമല്ല, പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫുള്ള് മഴ ഇതൊക്കെ കറണ്ട് പോയി 100 പ്രാവശ്യം കൂടെ കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് കാര്യം പറയും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വൈകിട്ടൊക്കെ നമ്മളൊന്നും പ്രതീക്ഷയല്ലേ ഈ മുട്ട വിരിയുന്നില്ലേ? ഇനി 60 എടുക്കുന്നോട്ടെ. മുട്ട വെക്കുന്ന ഇൻക്യുബേറ്റർ ആണ്. ഇതിന്റെ വില 1600. 150 രൂപ കൊറിയർ ചാർജ്. 1750. ഇത് നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ പറ്റും അല്ലേ? വീട്ടാവശ്യത്തിന് തന്നെ പറ്റും. ബിസിനസ് തുടങ്ങാൻ നമുക്ക് പറ്റില്ല. വീട്ടാവശ്യങ്ങൾ ചെറിയ കോഴിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ? ചെറിയ കോഴിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കാം. കാടമുട്ടയാണെങ്കിൽ 150. കാടമുട്ട 150 വെക്കാം. കോഴിമുട്ടയാണെങ്കിൽ 60 വെക്കാം. 60 മേലെ കൂടുണ്ടോ? 67 അടുത്ത് 67 കൂടുതൽ 60 പറഞ്ഞാൽ കേട്ടോ. അപ്പോ ഇൻക്യുബേറ്റർ വാങ്ങിക്കാൻ എന്ത് ചെയ്യണം? വാങ്ങിക്കാൻ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കുറച്ച് സൗണ്ടിൽ പറയേ. വാങ്ങിക്കാൻ എന്ത് ചെയ്യണം? സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്താൽ മതി. വാട്സ്ആപ്പ് ചെയ്താലും മതി. ഓക്കെ.